ദേശീയപാത വികസനത്തിനായുള്ള മണ്ണെടുപ്പ് വാഗ മറ്റം റോഡിലൂടെയുള്ള യാത്രാ ദുരിതപൂർണ്ണം. ഇരുചക്രവാഹന യാത്രികർ തെന്നി വീഴുന്നത് നിത്യസംഭവം. വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിൽ യുവതിക്ക് സാരമായി പരിക്കേറ്റു. വാഗ എടക്കളത്തൂർ വീട്ടിൽ അൾജിൻ ഭാര്യ 23 വയസ്സുള്ള മീനുവിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ 5 മാസത്തിലേറെയായി എളവള്ളി പഞ്ചായത്തിലെ ചേലൂർ മേഖലയിൽ നിന്നാണ് വലിയ കുന്നുകളിടിച്ച് ദേശീയപാത വികസനത്തിനായി മണ്ണെടുക്കുന്നത്. പകൽ സമയങ്ങളിൽ ഇവിടെ നിന്നും മണ്ണു കൊണ്ടുപോകുന്നത് പ്രദേശവാസികളുടെ ജീവിതത്തെ ബാധിച്ചതോടെ പാവർട്ടി പോലീസ് ഉൾപ്പെടെയുള്ള അധികാരികൾ ഇടപെട്ട് രാത്രി സമയത്തേക്ക് മാറ്റുകയായിരുന്നു. ദിനംപ്രതി 50ഓളം ടോറസ് ലോറികളാണ് ചേലൂരിൽ നിന്നും മണ്ണുമായി റോഡ് നിർമ്മാണം നടക്കുന്ന മേഖലയിലേക്ക് പോകുന്നത്. ടോറസ് ലോറികളിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം മണ്ണ് നിറച്ചു പോകുന്നതിനാൽ വാഹനത്തിൽ നിന്നും റോഡിലേക്ക് മണ്ണ് വീഴുന്നത് പതിവാണ്. മണ്ണിന്റെ പൊടി സമീപത്തെ വീടുകളിലേക്ക് കാറ്റടിച്ച് എത്തുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് കരാറുകാരൻ റോഡിൽ വീണുകിടക്കുന്ന മണ്ണിന് മുകളിലേക്ക് വെള്ളം അടിക്കുന്നതിനാൽ രാവിലെ സമയങ്ങളിൽ റോഡ് ചെളിക്കുളത്തിന് സമാനമാണ്. മാസങ്ങളായി പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനായ പ്രസാദ് വാഗ പറഞ്ഞു. അതിന് പകരം രാത്രിയിൽ ഒരുപാട് ടോറസുകൾ വന്നിട്ട് കൊണ്ട് മണ്ണടിച്ചു കൊണ്ടുപോയിട്ട് ഓവർലോഡ് കയറ്റി വന്ന് ഈ റോഡിലൂടെ മുഴുവൻ മണ്ണ് ഈ TMPC റോഡ് പണി കഴിഞ്ഞിട്ട് ഏകദേശം അധികമായിട്ടില്ല. ഈ റോഡിന്റെ ഒരു അവസ്ഥ കാണണം. അത്രയും മോശമായ രീതിയിലാണ് ഇത്രയും സ്മൂത്തായി കിടക്കുന്ന ഈ റോഡിന്റെ മുകളിലേക്ക് മണ്ണ് വീഴുകയും അതിന്റെ മുകളിൽ രാവിലെ ഇവരെ ഒരു നന അത് ആളുകളെ കാണിക്കുന്ന ഒരു പ്രഹസനം എന്നുള്ള നിലയിൽ കുറച്ച് വെള്ളം നനയ്ക്കും. ആ നനയ്ക്കൽ കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ വരുന്ന സമയമാണ്. ഒരു 7 മണി 7 തൊട്ട് 9-9 വരെയ്ക്ക് ഈ റോഡ് നിറയെ വണ്ടികൾ പോകുന്ന ഒരു സാഹചര്യമാണ്. ആ വണ്ടിയിൽ പോകുന്ന ആളുകൾ നിരന്തരമായി വീഴാണ്. റോഡ് വികസനത്തിനായി മണ്ണെടുക്കുന്നതിലല്ല പ്രതിഷേധം, മറിച്ച് കരാറുകാരൻ റോഡ് ചെളിക്കുളമാക്കി മാറ്റി യാത്രാ ദുരിതം സൃഷ്ടിക്കുന്നതിലാണ് രാഷ്ട്രീയത്തിനതീതമായി നാട്ടുകാർ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്നത്. സുഗമമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും മണ്ണെടുപ്പ് തടയുമെന്നും പ്രസാദ് കൂട്ടിച്ചേർത്തു. മണ്ണ് കൊണ്ടുപോകണമെന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെ. പക്ഷെ അതിനെല്ലാം ഇവർ കാണിക്കുന്ന ഈ വാറോല അല്ലെങ്കിൽ പേപ്പറുകൾ ഇതൊക്കെ സത്യം തന്നെയാണെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോയിട്ട്, പക്ഷെ ജനങ്ങൾക്ക് യാത്രാ ദുരിതം ഉണ്ടാക്കുന്ന രീതിയിൽ ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ ഉണ്ടെങ്കിൽ ശക്തമായ എതിർപ്പുണ്ടാവും. ഇവിടുന്ന് മണ്ണെടുപ്പ് നിങ്ങൾ തടയുകയും ചെയ്യും. വിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളും ജോലിക്ക് പോകുന്നവരും യാത്ര ചെയ്യുന്നതിനാൽ റോഡിൽ വലിയ തിരക്കനുഭവപ്പെടുന്ന സമയമാണിത്. ഈ സമയത്താണ് അപകടങ്ങളിൽ ഏറെയും നടക്കുന്നത്. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വാഗ സ്വദേശിനി മീനു ജോലിക്ക് പോകുന്നതിനിടെ വെള്ളിയാഴ്ച രാവിലെ 9:30യോടെയാണ് സ്കൂട്ടർ ചെളിയിൽ തെന്നി വീണ് അപകടത്തിൽപ്പെട്ടത്. കൈക്കും മുഖത്തിനും സാരമായി പരിക്കേറ്റ മീനുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.